ടിനി ടോമിനെതിരായ പരാതിയുമായി നടി അൻസിബ മുന്നോട്ട് ഇന്നലെ കടവന്ത്ര പോലീസിന് മൊഴി നൽകിയിരുന്നു. അപകീർത്തിപ്പെടുത്തുന്നതിന്റെ പരിധിയിലാണ് പരാതി നിൽക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് അൻസിബയുടെ തീരുമാനം. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, അൻസിബ ഇന്നലെ പറഞ്ഞത് പോലീസ് കേസെടുക്കണം, അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പോലീസ് അതിനെന്തൊക്കെയോ നിയമവശങ്ങൾ തേടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേസെടുത്തില്ലെങ്കിൽ കോടതിയിലേക്ക് പോകും, കോടതി ഇടപെട്ടാൽ കേസെടുക്കേണ്ടി വരും. തെളിവുകൾ കൈവശമുണ്ട് എന്നും അൻസിബ പറയുന്നു. ഒരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും അമ്മയിലെ അംഗങ്ങൾ തയ്യാറാവുന്നില്ല എന്നാണല്ലേ? രഞ്ജിത്ത്, അമ്മയിൽ യാതൊരു രീതിയിലുള്ള അനുരഞ്ജനത്തിലുള്ള സാധ്യതയും ഇനി അവശേഷിക്കുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലേക്കായിരിക്കുന്നു കാര്യങ്ങൾ. കാരണം അത് ഇനിയിപ്പോൾ ജനറൽ ബോഡി യോഗം വരെ എത്തുമ്പോഴേക്കും ഏത് രീതിയിലെങ്കിലും ഇത് അനുനയിപ്പിക്കുക, ഇതൊന്ന് ഒതുക്കുക, പരാതികൾ നയത്തിൽ പറഞ്ഞു തീർക്കുക എന്നതെല്ലാമാണ് അതിൻ്റെ ഒരു ഔദ്യോഗിക പക്ഷവും ഭാരവാഹികളും എല്ലാം തന്നെ ലക്ഷ്യമിടുന്നത്. പക്ഷേ അതിനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നില്ല എന്നതാണ് ഒരു വാസ്തവം. കാരണം അൻസിബ തൻ്റെ നിലപാടിൽ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. തന്നെ വളരെയധികം വ്യക്തിഹത്യ ചെയ്തു. വ്യക്തിഹത്യ മാത്രമല്ല, ഇതിൽ തന്നെ ജിഹാദി എന്ന് വിളിക്കുന്നു. അതുമാത്രവുമല്ല, ടിനി ടോമിനെ അവരൊരു പൊതുശത്രുവായിട്ട്, ഒരു സാമൂഹ്യ വിപത്തായിട്ടെല്ലാമാണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശേഷിപ്പിക്കുന്നത്. ടിനി ടോം അത്ര മോശക്കാരനൊരാൾ, അയാളിൽ നിന്ന് പലർക്കും ദുരനുഭവം ഉണ്ടായി. എതിർത്ത് പറയാൻ പേടിയാണ്, തുറന്നു പറയാൻ പേടിയാണ്. അയാൾക്ക് വലിയ സ്വാധീന ശക്തിയാണ്. ഇന്നലെയും അൻസിബ പറഞ്ഞു, ഇത് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് വളരെയധികം വ്യക്തിബന്ധങ്ങളുള്ള ഒരു ആളാണ്, അതുകൊണ്ട് അതെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുമെന്നതെല്ലാം തന്നെ തനിക്ക് പേടിയുണ്ട്. പക്ഷേ താൻ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അവർ വ്യക്തമാക്കിയത്. അവർ ഇന്നലെ ആ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെയാണ് ആ നിലപാടായിട്ട് അവർ ഇപ്പോഴും പറയുന്നത്. ഒരു തരത്തിലുമുള്ള ഒരു ഒത്തുതീർപ്പ് അത്തരം സാധ്യതകളിലേക്കില്ല. ഇത് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് കൂടി അൻസിബ പറഞ്ഞു വയ്ക്കുമ്പോൾ അമ്മയിൽ വരുന്നത് വലിയ രീതിയിലുള്ളൊരു കൊട്ടാര വിപ്ലവം തന്നെയാണ്. വലിയ രീതിയിൽ അതിൻ്റെ അകത്ത് പൊട്ടിത്തെറികളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അൻസിബയ്ക്കൊപ്പം നിൽക്കുന്നവരുടെ എണ്ണവും ഉണ്ട്. അത് അമ്മ രണ്ടായി ഏതാണ്ട് പകുത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനറൽ ബോഡി യോഗത്തിലടക്കം വലിയ രീതിയിലുള്ള വാക്കേറ്റവും ബഹളവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിലവിലുള്ള ഒരു ഔദ്യോഗിക പക്ഷത്തെ നയിക്കുന്ന ശ്വേതാമേനോൻ അടക്കമുള്ളവർ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. അവരുടെ നേതൃത്വത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ചേരിതിരിവ് അമ്മയിലെ ഒരു ഭാരവാഹിത്വത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. അൻസിബയുടെ പരാതി അതിലൊന്നാണ്. അൻസിബ ഈ രീതിയിലേക്ക് പരാതി പോകുന്നതിൻ്റെ ഒരു കാരണവും ഏതാണ്ടും അത് തന്നെയാണ്. അൻസിബ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു, അതിൻ്റെ ഒരു നടപടികൾ മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത് ലക്ഷ്മിപ്രിയയുമായുള്ള അൻസിബയുടെ ഒരു പരാതിയും അതിൻ്റെ തുടർ നടപടികളും എല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ടിനി ടോമിനെതിരെയും ശക്തമായി മുന്നോട്ട് പോകുമെന്ന് അവർ പ്രഖ്യാപിച്ച കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ അവർ മൊഴി രേഖപ്പെടുത്തിയത്. അതിൻ്റെ ഒരു തുടർ നടപടി എന്ന രീതിയിലേക്ക് പോലീസ് ആ മൊഴി പരിശോധിക്കുകയാണ്. അൻസിബ തനിക്ക് പറയാവുന്ന കാര്യങ്ങൾ, തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, തൻ്റെ പക്കലുള്ള തെളിവുകൾ, വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് പോലീസിനെ കൈമാറിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഗുരുതരമായ രീതിയിൽ ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്ന് തനിക്ക് അനുഭവങ്ങൾ ഉണ്ടായി എന്നത് പറയുന്നു. അത് വ്യക്തിഹത്യയും അപകീർത്തിപ്പെടുത്തലും അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു വനിത പരാതി കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ പരിഗണനയിലെല്ലാം തന്നെ അത് സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് തുടർ നടപടികളുണ്ടാകണം. തീർച്ചയായും ഇക്കാര്യത്തിൽ ടിനി ടോമിൻ്റേതടക്കമുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. ഒരു സംശയവുമൊന്നും അക്കാര്യത്തിലില്ല. വൈകാതെ അതിൻ്റെ ഒരു തുടർ നടപടികളുണ്ടാകും. ഈ ദിവസങ്ങളിൽ ടിനി ടോമിനെയും വിളിച്ചു വരുത്താനും മൊഴിയെടുക്കാനുമുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതിനുശേഷമായിരിക്കും കേസ് എടുക്കണം എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരുപക്ഷെ ഒരു നിയമോപദേശവും മറ്റും തേടിയിട്ട് അതിൻ്റെ തുടർ നടപടികളിലേക്കെല്ലാം തന്നെ പോവുക. അൻസിബ ഏതായാലും തന്നെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കും എന്ന അവരുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അമ്മയിലുണ്ടായിരിക്കുന്ന വലിയ വിഭാഗീയതയും പൊട്ടിത്തെറിയും എല്ലാം തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇതിനി ജനറൽ ബോഡി യോഗം ഏതായാലും അടുത്ത് തന്നെയുണ്ട്. അത് അവിടെയും വരെ എത്തുമോ ഈ അന്തരീക്ഷം എന്നതെല്ലാം തന്നെയാണ് അറിയേണ്ടത്. നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതാണ് സാഹചര്യം. അമ്മയിൽ ഏതായാലും അനുരഞ്ജനമില്ല. താരങ്ങൾ തമ്മിൽ രണ്ട് ചേരിയായി പോരടിക്കുന്നു. അൻസിബയുടെ പരാതി ഒരുപക്ഷെ കോടതിയിലേക്ക് എത്തിയേക്കാം. പോലീസ് കേസെടുത്തില്ലെങ്കിൽ ടിനി ടോമുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട് എന്നാണ് അൻസിബ മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.